ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും പതിവുപോലെ തന്നെ വെളുപ്പിനെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് സമയത്ത് ഞാൻ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നതാണ്. അപ്പോൾ എനിക്കൊരു ചെടി ഇന്ന് നടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ദിവസമായി നടണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് മടിച്ചിരുന്നതാണ് കേട്ടോ. അത് നന്ദ്യാർവട്ടത്തിൻ്റെ ചെടിയാണ്, വെള്ളപ്പൂ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഞാൻ ആ സൈഡിലായിട്ടാണ് സാധാരണ ചെടിയൊക്കെ പാകി മുളപ്പിച്ച് ഒക്കെ വെക്കുന്ന, വേര് പിടിക്കാനൊക്കെ ആയിട്ട് വെക്കുന്നത് കേട്ടോ. ഈ മിൽമാക്കൂട് കിട്ടുമല്ലോ, ആ മിൽമാക്കൂടിൽ അങ്ങ് കിളിപ്പിക്കാനായിട്ട് വെക്കണേ. അപ്പോൾ അത് കുറച്ച് ദിവസമായി എൻ്റെ വേരൊക്കെ പിടിച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവിടെയായിട്ട് നടുവാണ്. അവിടെയാണെങ്കിൽ കുറച്ച് സൂര്യപ്രകാശം ഉണ്ട്. അപ്പോൾ പൂവിടുന്ന ചെടിയൊക്കെ അവിടെ വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ചെടിയൊക്കെ നട്ട ശേഷം ഞാൻ കാപ്പി കുടിക്കാനായിട്ട് കയറി പോന്നു കേട്ടോ. അപ്പോൾ കാപ്പിക്ക് എനിക്കായിട്ട് ഞാൻ കുറച്ച് ഓട്സും ഗോതമ്പ് പൊടിയും കൂടെ ആയിട്ട് പുട്ടുണ്ടാക്കുവാണ് ചെയ്തത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കറിയൊന്നും കൂട്ടാൻ കഴിയില്ലാത്തതുകൊണ്ട് ഇന്നലെ കൊണ്ടുവന്ന മാമ്പഴം ഉണ്ടായിരുന്നു. പക്ഷേ മാമ്പഴം എനിക്ക് തോന്നുന്നു പഴം കൂട്ടി പുട്ട് കഴിക്കുന്നതിൽ കഴിഞ്ഞും സ്വാദമാണ് കേട്ടോ മാമ്പഴം. നല്ല മധുരമുള്ള മാമ്പഴമായിരുന്നു. പിന്നെ അതാ ഇപ്പോഴും ഉണ്ടല്ലോ നമ്മുടെ നിശാഗന്ധിയിൽ മുട്ടിടുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഓരോ ദിവസം ഓരോ പൂവും വിരിയുന്നുണ്ട്. ഇത് വിരിഞ്ഞു കഴിഞ്ഞ പൂവാണ് കേട്ടോ. ഇത് രാത്രിയിൽ വിരിഞ്ഞ് നിൽക്കുന്ന കാണണം, നല്ല ഭംഗിയാണ് ഈ പൂവിന്. ഇപ്പം നിറച്ച് ഓരോ ഇലയിൽ കൂടെ മുട്ട ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ 3-4 തവണയായിട്ട് മുട്ടയിടുന്നത്. അല്ലെങ്കിൽ ഒറ്റ തവണ ഉണ്ടായി അങ്ങ് തീരാണ് ചെയ്യാറ്. അപ്പോൾ പിന്നെ എന്താ, രാവിലെ തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ, രാവിലെ അടുപ്പയിലാണ് കഞ്ഞി വെച്ചത്. പിന്നെ ഞാൻ കറി വെച്ചത് തോരൻ കറി, ബീൻസാണ് തോരനായിട്ട് വെച്ചത്. ബീൻസ്, സവാള, പച്ചമുളക്, തേങ്ങയൊക്കെ കൂടെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒരു തോരനങ്ങ് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ആ സമയത്ത് തന്നെ പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കുമായിട്ട് ഒരടുപ്പിൽ തന്നെ ചായ ഇട്ടിട്ടുണ്ട്. പിന്നെ തലേ ദിവസം മീൻകറി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ എല്ലാവർക്കുമായിട്ട് തയ്യാറാക്കിയതാണ്. പക്ഷേ അവരിന്ന് ജോലിക്ക് പോയിട്ടില്ല കേട്ടോ. എങ്കിലും എൻ്റെ രാവിലെ തന്നെ ഏറ്റതുകൊണ്ട് എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു. പിന്നെ അവർക്ക് കാപ്പിക്കായിട്ട് ഉണ്ടാക്കിയത് അപ്പമാണ്. അപ്പത്തിന് കിഴങ്ങ് ഞാൻ ചാറായിട്ട് ഇന്ന് വെക്കുന്നില്ല. അപ്പോൾ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും തന്നെ മീനിൻ്റെ ചാറൊക്കെ കൂട്ടാനാണ് ഇഷ്ടം. അപ്പോൾ ഒന്ന് മെഴുക്ക് പുരട്ടി പോലെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അപ്പത്തിൻ്റെ കൂടെ കഴിച്ചോട്ടെ, അല്ലെങ്കിൽ ചോറിനാണെങ്കിലും എടുക്കാമല്ലോ എന്ന് കരുതിയാണ് അങ്ങനെ വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും വെളുപ്പിനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാണ് കേട്ടോ ഗാർഡനിലേക്ക് പോയത്. അപ്പോൾ അത് ഇടയ്ക്ക് ആദ്യം ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ രാവിലെ ചെയ്ത ജോലികളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, രാവിലെ എനിക്ക് ചെയ്യുന്ന സമയത്ത് ഫോണിങ്ങനെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചൊന്നും എടുക്കാനായിട്ട് പറ്റില്ല. കയ്യിൽ പിടിച്ചാണ് കൂടുതലും കാര്യങ്ങളെല്ലാം എടുത്തിരിക്കുന്നത്. അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് കാണുന്നവർക്കെന്ന് എനിക്കറിയാം, എങ്കിലും ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം കേട്ടോ. നല്ല നല്ല വ്ളോഗുമായിട്ട് ഇനിയും വരാം. അപ്പോൾ എല്ലാവരും വ്ളോഗൊക്കെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. നമ്മുടെ നാട്ടിൻപുറത്തെ പാചകവും കൊച്ചു പൂന്തോട്ട വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ വ്ളോഗ് കൂടുതലും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.